ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 6. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. ഞാൻ വിചാരിച്ചതിനും കാട്ടി നല്ല വ്യൂ കയറി. കാരണം ഏകദേശം ഇപ്പോൾ നോക്കുന്ന സമയത്ത് 400ഓളം വ്യൂസാണ് കണ്ടത്. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതായത് വീഡിയോയിലുള്ള നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി കാര്യങ്ങളൊക്കെ കുറേ പേര് കമൻറ്റൊക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. എന്നാലും എനിക്ക് മനസ്സിലായി എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോസിൽ കുറവുകളായിട്ട് തോന്നിയത്, ബാക്കിയുള്ളവർക്ക് ഒരു ബോറടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അപ്പം എന്തൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കുന്നതായിരിക്കും. കാരണം എല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ വീഡിയോസിലും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ പറയുന്ന രീതിയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ ടെക് അപ്ഡേറ്റ് അത്യാവശ്യം ഒരുപാട് ന്യൂസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ റിയൽമി GT7 Pro ഇല്ലേ, അതിലാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന മോഡൽ ചൈനയിൽ 6500 mAh ബാറ്ററിയിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 6500 വരുന്നില്ല. ആകെ വരുന്ന 5800 mAh ബാറ്ററിയേ വരുന്നുള്ളൂ. അതെന്തേ ഇന്ത്യക്കാർക്ക് എന്താ ബാറ്ററിയുള്ള ഫോൺസ് അങ്ങനെ കൊടുത്തുകൂടെ? പൊട്ടിത്തെറിക്കുന്ന ചാൻസ് ഉണ്ടാവും അല്ലേ? അത് ഈ ഫോൺ മാത്രമല്ല, ഒട്ടുമിക്ക ഇപ്പം ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒട്ടുമിക്ക ഫോൺസ് ഉണ്ടല്ലോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്ന ഒട്ടുമിക്ക ഫോൺസിലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പം ഇതിന് മാത്രമല്ല, എന്ത് പരിപാടിയാണെന്നല്ലേ. ബാക്കിയിലൊന്നും ചെറിയ വ്യത്യാസം, പക്ഷേ ഇതിനൊക്കെ വലിയ വ്യത്യാസം ബാറ്ററിയിലൊക്കെ വരുന്നുണ്ട്. അതായത് ഏകദേശം 700 mAh വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്രയിലെ 2 EV കാർസ് വരുന്നുണ്ട്. 26-ാം തീയതിയാണ് വരുന്നത്. അതിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ട് വായിന്ന് ബബ്ബെന്നാക്കും. ഞാൻ വായിച്ചു തരാം. അതായത് ഒന്ന് BE6E, അതുപോലെ തന്നെ മറ്റൊന്ന് XEV9E. രണ്ടാമത്തെ പേര് അത്ര കുഴപ്പമില്ല. ഫസ്റ്റത്തൊക്കെ പേര് എന്തടി വായിന്നൊക്കെ തുപ്പലെറിയിക്കുന്നു, അങ്ങനത്തെ പേര്. ചിലപ്പോൾ ഇത് ഇറങ്ങി സക്സസ്ഫുള്ളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ പേര് പറയുമ്പോൾ അങ്ങനെ ഒരു ബോറടി തോന്നില്ല. പക്ഷെ എന്നാലും ഒരുമാതിരി 2 സ്പെല്ലിംഗ് ഒക്കെ ഒരു പേരൊക്കെ കൊടുത്തുകൂടെ എന്തായാലും അല്ലേ? ഡിസൈൻ വൈസൊക്കെ ഇവരാണെന്ന് നോക്കാം. പിന്നീട് മറ്റേ ഷവോമിയുടെ HyperOS 2 ഗ്ലോബലി ലോഞ്ച് ചെയ്തു. അതിൻ്റെ റോൾ ഔട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലല്ല കേട്ടോ, ഗ്ലോബലിയാണ്. ഇന്ത്യയിലൊക്കെ ഭയങ്കര സ്ലോ ആണ് ഈ സംഭവമൊക്കെ വരുന്നത്. അപ്ഡേറ്റ് ഒക്കെ ആകെ പിക്സൽ ഫോൺസിൽ മാത്രമേ ഇപ്പം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ നഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഓപ്പോ ഒരു Find X8 സീരീസ് വരുന്നുണ്ടെന്ന് അറിയാലോ. അതിലാണെങ്കിൽ പുറത്തെന്തോ ഒരു സൗണ്ട് ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്ന ഇതിൽ കേൾക്കുന്നുണ്ട് സംഭവം. ഈ മറ്റേ മൈക്കിലൊക്കെ വിളിച്ചു പറയില്ലേ, പാർട്ടി പരിപാടിയല്ല, വേറെ എന്തോ ഇങ്ങനെ വിൽക്കാനൊക്കെ വരുന്ന സംഭവം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിറ. അതിലാണെങ്കിൽ ബാറ്ററി അതൊക്കെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. Dimensity 9400 ആണെങ്കിൽ ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. സോ സ്നാപ്ഡ്രാഗൺ ഒന്നും വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. Dimensity നല്ല ചിപ്സെറ്റ് തന്നെയാണ് 9400 എന്ന് പറയുന്നത്. സോ അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5910 mAh ബാറ്ററി വരുന്നുണ്ട്. സോ 6000 ഒന്നുമില്ല, എന്നാൽ അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബാറ്ററി ബാക്കപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് ColorOS 15 ആയിട്ടാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI അതിൽ വരുന്നുണ്ട്. അപ്പം നോക്കാം. ഓപ്പോ Find X8 സീരീസ് അങ്ങനെ ഇന്ത്യയിൽ വരാറില്ല. അപ്പം നല്ലൊരു സീരീസാണ്. ആ ഒരു സീരീസിൽ 2 ഫോൺസാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സീരീസാണ്. ബാക്കി ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തവണ ഇന്ത്യയിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അത്യാവശ്യം നല്ല ഫോൺ ആയിരിക്കും. പിന്നീട് റെഡ്മിയുടെ ഒരു ഫോൺ നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 20-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. റെഡ്മിയുടെ A4 ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണാണ്. എന്നാൽ പോലും ഇതിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 6.88 ഇഞ്ച് വരുന്ന ഒരു 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ Qualcomm Snapdragon 4S Gen 2 ചിപ്സെറ്റാണ് കൊടുത്തുള്ളത്. 15 MB ഡുവൽ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. പഴയ റെഡ്മിയൊക്കെ എവിടെയുണ്ട്? ഇപ്പോഴത്തെ റെഡ്മിയൊക്കെ ഇങ്ങനെ ചത്തത്ത് പോയിടും. അപ്പോൾ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ റെഡ്മി റിയൽമി ഒക്കെ ഭയങ്കരധികം കോമ്പറ്റീഷനാണ്. പക്ഷെ ഇപ്പം ഇവരൊന്നല്ല ഇവിടെ ഭരിക്കുന്ന, ബാക്കിയുള്ളവരാണ്. അപ്പോൾ റെഡ്മിയുടെ ഫോൺ വരുന്നുണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ. നോക്കാം എന്തൊക്കെയാണ് നാളെ ലോഞ്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മളെ വാട്സപ്പിൽ ഡ്രാഫ്റ്റിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇപ്പം നോർമലി ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ്, ചാറ്റിലൊക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചൊരു ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരാറില്ലേ, ആ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ മറന്നു പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നീട് അയക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ വാട്സപ്പിൽ ഇപ്പോൾ വരുന്നുണ്ട്. സോ
കുഴപ്പമൊന്നുമില്ല, നല്ല ഫീച്ചർ തന്നെയാണ്. വാട്സപ്പിൽ ഇപ്പോൾ വന്ന് ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ട് വരുന്നുണ്ട്. പഴയ വാട്സപ്പ് കമ്പയർ ചെയ്ത് വാട്സപ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പം പലതും വരുന്നുണ്ട്. ആഡ്സും ഇനി വരാൻ ചാൻസസ് ഒക്കെ ഉണ്ട്, നോക്കാം. കാരണം ഫീച്ചേഴ്സ് അത്രയ്ക്കും വരുമ്പോൾ ആഡ്സൊക്കെ എന്തായാലും മേ ബി വന്നേക്കാം. ഇനി മറ്റേ റീൽ ടൈപ്പ് ഒക്കെ വാട്സപ്പിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പം നോക്കേണ്ട കാര്യം. ബാക്കിയെല്ലാം വന്ന്. പിന്നീട് IQ Neo 10 Proയിൽ അതിൽ വരുന്നത് Dimensity 9400 ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഒട്ടുമിക്ക ഇതിന് മുമ്പേ സ്നാപ്ഡ്രാഗൺ 8 Gen 2 8 Gen 3 ഒക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ Dimensity 9400 ആണ് വരുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് ചിപ്സെറ്റ് അതിൽ വരുന്നുണ്ട്. സോ നല്ല കാര്യമാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്, മെയിൻലി ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആണ് ആ ഒരു ഫോൺ എന്ന് പറഞ്ഞത്. പക്ഷേ ക്യാമറയും അത്യാവശ്യം കൊള്ളാവുന്ന ക്യാമറയാണ് 9 Pro'നൊക്കെ ഉണ്ടായത്. അപ്പം ഇതിലും അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ IQ ആണ്, നല്ല ഫോൺസാണ് അധികം ഇറക്കാറ്. സോ ആ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നീട് സൊമാറ്റോ ഫുഡ് ഡെലിവറി ആപ്പ്, അവർ പുതിയൊരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് മൂവി ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ പേരിൽ, ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് അവർ പറയുന്നില്ല, അപ്പം ആ പേരിലൊരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തൊക്കെ നോക്കി. നോർമലി ബുക്ക് മൈ ഷോവും ബാക്കി പേടിഎം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി നല്ലൊരു ഇൻ്റർഫേസ് ആണ് കേട്ടോ അതിൽ വരുന്നത്. കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. ഇപ്പം അടുത്തുള്ള തിയേറ്റേഴ്സ്, ഇപ്പോൾ ബുക്ക് മൈ ഷോയിലുള്ള തിയേറ്റേഴ്സ് കാണിക്കുന്നില്ല, പക്ഷേ പേടിഎമ്മിലൊക്കെയുള്ള തിയേറ്റേഴ്സൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഇൻ്റർഫേസ് ആണ്, ബുക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി സിമ്പിളാണ്. ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആട്ടോ, പ്ലാറ്റ്ഫോം ഫീയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രൈസ് കുറവൊന്നുമില്ല. പക്ഷേ പുതുതായതുകൊണ്ട് കുറച്ചധികം കൂപ്പൺ കാർഡ്സ്, ആക്സിസിൻ്റെ ഒക്കെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സൊക്കെ കാണുന്നുണ്ട്, കൂപ്പൺസൊക്കെ. അതൊക്കെ നോക്കാം. നല്ല ആപ്പാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. നൈസ് ആയിട്ടുള്ള ആപ്പാണ്. ഡിസ്ട്രിക്റ്റ് എന്നാണ് ആപ്പിൻ്റെ പേര് കേട്ടോ. പിന്നീട് സാംസങ്ങിൻ്റെ S21 സീരീസ് അറിയാമല്ലോ, ഒട്ടുമിക്ക ഫോണിനും ഗ്രീൻ ലൈനൊക്കെ വന്ന ഡിവൈസാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സാംസങ് ഫ്രീ ആയിട്ട് റിപ്ലേസ്മെൻറ്റ് അതിന് കൊടുക്കുന്നുണ്ട്, ഡിസ്പ്ലേ ഒക്കെ തന്നെ. ബട്ട് അതിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത മാസം December 31 വരെ സാംസങ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഫോണിന് ഫിസിക്കലായിട്ടുള്ള ഡാമേജ് ഒന്നും പാടില്ല. താഴൊക്കെ വീണ് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ തുപ്പിത്തരും, പിന്നെ തരുത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഫോൺ 3 വർഷത്തിനുള്ളിലായിരിക്കണം. അതിൻ്റെ മേലെ പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ, ശരിക്കും 3 വർഷത്തിൻ്റെ മേലെ പഴക്കം വരുമോ? S21 S22 24 വരുമല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ റീപ്ലേസ്മെൻറ്റ് തരില്ല. ഏതിനൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S21 വരുന്നുണ്ട്, S21 പ്ലസിന് വരുന്നുണ്ട്, S21 അൾട്രക്ക് വരുന്നുണ്ട്, S21 FEക്ക് വരുന്നുണ്ട്, S22 അൾട്രക്കും വരുന്നുണ്ട്. ഇനിയിപ്പം എപ്പോഴാണ് S23 വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പകച്ചു പോകും എൻ്റെ ബാല്യം. അപ്പോൾ സാംസങ് അതൊക്കെ കൊടുക്കുന്നത്. സാംസങ് അങ്ങനത്തെയൊക്കെ നല്ല കേട്ടോ, അവർ തരുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റുന്ന രീതിയിൽ അവർ മാറ്റി തരുന്നുണ്ട്. പക്ഷേ ഈ ഐഫോൺസൊക്കെ ഞങ്ങളെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ മാറ്റി കൊടുക്കുന്നില്ല. അതിനൊക്കെയാണ്, ഇതിനൊക്കെ ഇരട്ടി പൈസ അതിന് വരുന്നുണ്ട്, അതിൻ്റെ പാർട്സിനൊക്കെ. എന്തെങ്കിലും ആവട്ടെ. ഒന്നാമത് ആപ്പിൾ അങ്ങനെയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവന്മാരങ്ങനെ തരത്തില്ല, ഒന്നും തരൂല. പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വൈഫൈ 8, ഇപ്പോൾ 7 ആണല്ലോ. അപ്പോൾ 8 വരുന്നുണ്ട്. 8 വരുന്നത് ഇപ്പോഴൊന്നല്ല, 2028 വരുള്ളൂ. 2028 സെപ്റ്റംബറിലാണ് അവർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ബട്ട് അത്യാവശ്യം ഇപ്രാവശ്യം അവർ നോക്കുന്നത് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റിലയബിലിറ്റിയും ഒക്കെയാണ് മെയിൻലി അവർ നോക്കുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം 2028 കാര്യമാണ്, ഇനിയിപ്പം പറഞ്ഞൊരു കാര്യമില്ല. സോ ഇത്രയില്ല എന്നൊരു ടെക് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ടെക് അപ്ഡേറ്റ് ഒക്കെ ഇന്ന് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മെയിൻലി വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ അതിൽ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, സ്റ്റോറിയൊക്കെ ആയിട്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ, എല്ലാത്തിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വരുന്നുണ്ട്. പിന്നീട് വീഡിയോ പറ്റില്ല അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.